ഒരു ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ നൈറ്റി വിഡ്ത്ത് വൈസിൽ രണ്ടായിട്ട് മടക്കി, പിന്നെ അത് ലെങ്ത് വൈസിൽ ഒന്നുകൂടെ മടക്കി, അങ്ങനെ 4 ഫോൾഡായിട്ട് 4 ഫോൾഡായിട്ട് ഇട്ടിരിക്കുകയാണ്. ഇത് ഇവിടെ ഓപ്പൺ സൈഡാണ്, ഇത് ഫോൾഡഡ് സൈഡ്. നമ്മുടെ നിൽക്കുന്ന വശം ഫോൾഡ് സൈഡാണ്, പക്ഷെ മടക്ക് വശമാണ്. ആദ്യം നമ്മൾ ഇതിൻ്റെ ഷോൾഡറാണ് അടയാളപ്പെടുത്താൻ പോകും. ഷോൾഡർ ഒരു 8 ഇഞ്ച്. പിന്നെ അതിൻ്റെ ആം ഹോളും നൈറ്റി ആയതുകൊണ്ട് ഇച്ചിരി ലൂസായിട്ട് കിടക്കുന്നത് 8.5. പിന്നെ എൻ്റെ നെക്കകലം, നെക്കിൻ്റെ വിഡ്ത്ത് അത് 2.5. ഇതിൻ്റെ ഇറക്കം ഇതൊക്കെ 6. ഇത് ഫ്രണ്ടാണ്. ബാക്ക് നമ്മൾ 3.5 ഇഞ്ച്. നമ്മളത് ഒരു ബോക്സായിട്ട് സൈഡ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കഴുത്ത് വരയ്ക്കാം. ബാക്ക് ഞാൻ U ആണ് വരയ്ക്കുന്നത്. ഫ്രണ്ടിൽ 1 ഇഞ്ച് മുകളിലോട്ട് എടുത്തിട്ട് ഈ ഒരു മോഡലിലാണ് കഴുത്ത് എടുക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ ആം ഹോൾ, പിന്നെ ഷോൾഡർ 8 ഇഞ്ച്, അവിടുന്ന് നേരെ താഴേക്ക് 8.5 എടുത്ത്, പിന്നെ നെക്കിൻ്റെ വിഡ്ത്ത് 2.5, ബാക്ക് നെക്കിൻ്റെ ലെങ്ത് 3.5, ഫ്രണ്ട് 6. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മളൊരു 10.5 എടുക്കും. 10.5. ഇത് ആം ഹോളും ഇതും കൂടെ ജോയിൻ ചെയ്യും. ചെയ്തിട്ട് നമ്മളൊരു ഷേപ്പ് കൊടുക്കുക. അടുത്തത് സ്ലീവ് ലെങ്ത് ഇത് കിട്ടുന്നുണ്ട്, 8 കിട്ടുന്നുണ്ട്. 8 എടുത്ത് താഴേക്ക് അതുപോലെ തന്നെ 8.5 തന്നെ എടുക്കുവാണ്. അത് ജോയിൻ ചെയ്യുക. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടൊരു 4 ഇഞ്ച്. അവിടുന്ന് താഴേക്ക് നമ്മളിവിടെ 8.5 എടുത്തെങ്കിൽ ഒരു 9.5 10 എടുക്കാം. 10 എടുത്ത് അതും ജോയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ സ്ലീവിൻ്റെ കൈവണ്ണം നമ്മുടെ എത്രയാണോ അതെടുക്കണം. ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കും. ഞാനിവിടെ 8.5 എടുത്ത് അതിൻ്റെ കൂടെ 3/4 ഇഞ്ച് കൂടെ കൂട്ടിയെടുത്ത്. ഇനി നമ്മൾക്ക്
ഇവിടെ നിന്നുള്ള ഈ ആം ഹോളിൻ്റെ ഇതും ഇവിടുത്തെ ഇതും കൂടെ യോജിപ്പിക്കാം. പിന്നെ നമ്മുടെ സ്ലീവിൻ്റെ ഇത് കൈവണ്ണം നമ്മൾ ഇവിടെ നമ്മളൊരു 10.5 ആയിരുന്നല്ലോ എടുത്തത്. ഇപ്പറേ നമ്മൾ അതുപോലെ തന്നെ 10.5 എടുത്ത് എന്നിട്ട് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഇതിൻ്റെ വണ്ണം നീളം എടുക്കണം. ഇതൊരു 4.5 ഉണ്ട്. അത് നമ്മൾ ഇവിടെ നിന്നിട്ട് ആദ്യം യോജിപ്പിക്കണം. ഈ പോയിന്റും കൂടെ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തിട്ട് നമ്മളിതിൽ ഇവിടുത്തെ ഈ ലെങ്ത് വെച്ചാൽ 4.5 അത് നമ്മൾ എവിടെയാണോ കിട്ടുന്നത് അവിടെ നമ്മൾ എടുക്കണം. ഇതിവിടെയാണ് കിട്ടുന്നത് 4.5. അവിടെ നമ്മളിങ്ങനെ വരയ്ക്കും. നമുക്ക് നൈറ്റിയുടെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ ഇറക്കത്തിനനുസരിച്ച് എടുക്കണം. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടിയെടുക്കണം. നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ ഇത് കഴിഞ്ഞു. ഇത് നമുക്കിനി വെട്ടിയെടുക്കാം. ആദ്യം നമുക്ക് ഇത്ര യോക്ക് വെട്ടാം. വെട്ടിയെടുത്ത് നമുക്ക് സ്ലീവ് വെട്ടിയെടുക്കാം. സ്ലീവ് വെട്ടി ഇത് പിന്നെ നമുക്ക് പ്ലീറ്റ് ഇടാണല്ലോ. ഇത് നമുക്കിങ്ങനെ വെട്ടാം. ഇത് വേണം നമുക്കൊരു ചെറിയ ഷേപ്പിൽ ഇങ്ങനെ ഒരു ചെറിയ ഷേപ്പ് കൊടുത്തിട്ട് വെട്ടി കൊടുക്കും. ഈ പോയിന്റിൽ വരുമ്പോൾ ചരിച്ച് നമ്മൾ വെട്ടണം. നമ്മുടെ പ്ലീറ്റിൻ്റെ താഴോട്ടുള്ള ഭാഗവും വെട്ടി. ഞാപ്പാട് നമുക്കുള്ളത് ഈ പീസുകളാണുള്ളത്. പിന്നെ ഈ യോക്കിൻ്റെ ഫ്രണ്ടും ബാക്കും നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ബാക്ക് വെട്ടാം.
ഒരു പോയിന്റ് കൊടുക്കാം. പോയിന്റ് ഇങ്ങനെ ഇത് ബാക്ക് കെട്ടി. ഇനി ഫ്രണ്ട് നമ്മൾ വേറൊരു കഴുത്താണ് വെച്ചിരുന്നത്, അത് അതേപോലെ വെട്ടിയെടുക്കും. നമ്മൾ ഫ്രണ്ടും കഴുത്തും വെട്ടിയെടുത്തു. അപ്പം ഫ്രണ്ടും വെട്ടി, ബാക്ക് വെട്ടി, അതിൻ്റെ ഫ്ലീറ്റിങ് വെട്ടി, കൈയും വെട്ടിയെടുത്ത്. ഇനി നമ്മൾ സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും.